അപ്പോൾ നമ്മളെ വെന്യൂവിൻ്റെ നോമ്പൊറ 3.0 ആണ് ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്നത്. നമ്മളെ വർക്കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ഫാമിലി, പിന്നെ എന്താ പറയുക, നമ്മളെ വീട്ടുകാരുണ്ട്, പിന്നെ നമ്മളെ വെന്യൂവിൻ്റെ എല്ലാമായ നമ്മളെ ആൾക്കാരുണ്ട്, പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ്. നമ്മളിവിടെ ഒരു ഡോറോ റോയൽ സ്യൂട്ട്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു അടിപൊളി കിഡിലൻ സ്പേസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു പ്ലേസാണ്. പുറത്തുനിന്ന് നമുക്ക് ഭയങ്കര എന്താ പറയുക, കാറ്റും AC ഒന്നും വേണ്ട. വൈകുന്നേര പരിപാടിക്ക് എന്തിനും ബെറ്ററായൊരു പ്ലേസാണ് ഡോറോ. അപ്പോൾ നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുണ്ട്. ഞങ്ങൾ പോകണ്ടാവും, വായിൽ വെള്ളമില്ല, ചുണ്ടൊക്കെ നമ്മൾ കൂട്ടിമുട്ടുന്നുണ്ട് തന്നെ നിങ്ങൾക്കറിയാം നോമ്പുണ്ടെന്നുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിക്കാം. നോമ്പുണ്ടോ? എനിക്ക് നോമ്പുണ്ട്, 4 കെട്ടുമ്പി SR, കുറച്ച് മഞ്ഞ തുണികൾ, കുറച്ച് ടയറുകൾ, യെല്ലോ പെയിന്റ് അടിച്ച ടയറുകൾ, ഡബിൾ മുണ്ട് തുടങ്ങിയതാണ്. ഇത്ര വലിയ സംഭവത്തിലെത്തില്ല, നമ്മൾ ചെറിയ ഇതിൽ നിന്ന് തുടങ്ങിയ സംഭവത്തിൽ കുറച്ച് അത്യാവശ്യം നല്ല സന്തോഷം. തീർച്ചയായും വളരെ പെരുമാനി എന്ന സിനിമയിലൂടെ ഫേമസ് ആയ നമ്മുടെ ഷനോജ് കേക്ക്, കുഞ്ഞാപ്പ എന്നറിയപ്പെടുന്ന ഷനോജ് കേക്ക്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സ്വന്തമായി വേറിട്ട് നിൽക്കുന്ന, സ്വന്തമായ കയ്യൊപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കുഞ്ഞാപ്പ. नूर की बारिश में भीगता नजर आया, मौला 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 मेरे मौला 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 मेरे मौला 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 मेरे मौला 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 दरारे दरारे बादे पे मौला मरम्मत मुकद्दर की कर दो मौला मेरे मौला तेरे दर पे झुका हूँ मिटा हूँ बना हूँ तेरे दर पे झुका हूँ. എനിക്കതിനുള്ള സ്കില്ലുള്ളൂ. ഇത് ബോക്സ് അല്ലേ പാട്ട്? നിസ്കരിക്കാനൊന്നുമല്ല, ഇല്ല, വേറെ നോമ്പുറണ്ടായിരുന്നു. 2 നോമ്പുറുണ്ട്, 2 നോമ്പുറുണ്ടായിരുന്നു. ഓരോടന്ന് വെള്ളം കുടിച്ച് ഇനി ഇവിടുന്ന് ബിരിയാണി. കുഞ്ഞാപ്പ ഫുഡ് അതാ അജുവിന്റെ അജു നടത്തുന്ന പരിപാടിയാണിത്. നല്ല ഉഷാറായിക്കണം ഇവിടെ. കാണാൻ എങ്ങനെയുണ്ട്? കാണാനൊക്കെ ഉഷാറാണ്. അടിപൊളിയല്ലേ? വെറുതെ എടുക്കൂല, ഇവിടുന്ന് എന്തെങ്കിലും സംസാരിക്കാം. ഊഞ്ഞാലിന്റെ ഭാരപരിശോധന, എത്ര കിലോ ഇതിലാടാ? ഊഞ്ഞാലിന്റെ 95-180 കിലോ. ഊഞ്ഞാലിന്റെ പരസ്യമാണ്, ഊഞ്ഞാലിന്റെ പരസ്യം. 90, 150, 20, 200. ഒരിടയ്ക്ക് നോക്കണ്ടേ ശ്വാസം വയ്ക്കണത്? പോയി നടന്നോ?
कहे ना तू मने बतिया है काहे पड़ा पीछे जाने दिबेरे मैं जाने क्यों करे कटिया तोरे नैना बड़े दगाबाज रे कल मिले हाँ कल मिले हाय कल मिले हमको भूल गए आज रे हाय दगाबाज रे हाय दगाबाज रे तोरे नैना बड़े दगा ഗൈസ് ബ്ലാക്ക് ഇട്ട് ഷാലും എടുത്തിട്ടുണ്ട്. എന്താ അടിപൊളിയാണ് എപ്പോഴും നടത്തണ തന്നെയാണിത് ഇന്നൊന്നും കൂടി വെറൈറ്റി ആയി നടത്തിയത് ഫ്രണ്ട്സ് എവിടെ? ഫ്രണ്ട്സ് വരുന്നുള്ളൂ ഇത് കുറച്ചേരം കഴിഞ്ഞ് ഈ ഇത് പറയാം ഡോറിനെ കുറിച്ച് പറയാം. അതായത് ഈ ഡോറിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ എനിക്കിത് ഈ ഒരു സ്പേസ് ഇവിടെ വന്നുകൊണ്ടുള്ളതൊക്കെ പറഞ്ഞു. അന്നീൽ സന്തോഷം കാരണം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയം ഇല്ല എവിടെ? മണ്ണാർക്കാട് അല്ലേ? മണ്ണാർക്കാടില്ല. അപ്പോൾ ഇതൊരു അടിപൊളിയാക്കണം. ഓക്കെ. ഞാനിവിടെ എന്തെങ്കിലും പറയാം. ഒന്നും പറയാനില്ല. ഇത് രണ്ടാൾക്ക് എന്തെങ്കിലും പറയും. ഒന്നും പറയാനില്ല, സെറ്റാണ്. അടുത്ത നമുക്ക് വെന്യൂന്റെ തുടക്കം മുതൽ നമ്മളെ കൂടുതൽ ആളാണ്. അനീസ്ക്കൊക്കെ എന്താ പറയല്? നമ്മളെന്തൊരു തക്കാളി പെട്ടി തുടങ്ങിയതാണ്. അതെ, സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പറയും, വേറെ എന്തെങ്കിലും പറയും. ഇപ്പൊ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തി, അതിന്റെ ഒരു മാറ്റം ഭയങ്കര സംഭവമായി. ആദ്യം മുതൽ കൂടെ ഉള്ള ആള് നില നിങ്ങൾക്ക് എന്താ പറയാനല്ലേ? ഇതന്നെയാണ് പറഞ്ഞില്ലേ, അന്നത്തെ സെറ്റപ്പ്, സ്റ്റാർട്ടിങ്ങിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ കുറച്ച് കട്ടത്തുണിയും അത് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തി. ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെ പരിപാടിക്ക് അങ്ങ് കോഴിക്കോട്ട് നിന്ന് നമ്മളെ അടുത്തേക്ക് വന്ന ഒരാളുണ്ട്. ഇവിടെ സംഭവം വരില്ല, ഞാൻ ഈ പരിപാടിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ജാടട്ട് നിന്നായിരുന്നു. അത് പിന്നെ സ്ഥിരം ആയതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. താങ്കൾക്ക് എന്താണ് പറയുന്നത്? പിന്നെ ഇതിൽ നമ്മൾ മിസ് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പറഞ്ഞില്ല, നമ്മളെ നാച്ചിയുണ്ട്. നാച്ചിനെ ഞങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചിൻ്റെ അഭാവത്തിൽ നാച്ചിക്ക് പകരം ഇവിടെ വരില്ല എന്ന് പറഞ്ഞിട്ട് അഫീഫ് എത്തിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ അഫീഫ് എന്താ പറയുക? സ്നേഹം സന്തോഷം ഒന്നും പറയാനില്ല. പറഞ്ഞോ കേക്കട്ടെ. നോമിന്റെ ക്ഷീണത്തിൽ നോമ്പിന്റെ ക്ഷീണത്തിൽ എന്താണ് പറയാനുള്ളത്? നോമ്പ് പറയാ തുറന്നിട്ട് പറയുന്നത്. പിന്നെ നമ്മളെ വെന്യൂവിനെ കുറിച്ച് എന്താ പറയുന്നത്? വെന്യൂ ഡിസൈനേഴ്സ് ഞാൻ വന്ന് തുടങ്ങിക്കോളൂ, നോക്കട്ടെ. അതല്ല, മൊത്തത്തിൽ ആംബിയൻസും കാര്യങ്ങളും. ഈ സ്പേസിനെ കുറിച്ച് പറയാം. ഈ ഫസ്റ്റ് അല്ലേ ഇവിടെ വരുന്നേ? ആ പറ. നല്ല സ്പേസ്. എന്താ കുട്ടി പഠിക്കോ പഠിക്കോ. أهلا وسهلا تعليم القرآن أهلا وسهلا تفهيم الفرقان أهلا وسهلا تعليم القرآن أهلا وسهلا تفهيم الفرقان قد نزل الإسلام أكمله القرآن نور نور للإنسان وتنور الأذهان. സംഗതി പൊളിച്ചു. മൊത്തത്തിൽ അടിപൊളിയായിക്കോട്ടെ. എന്തായാലും ഇവിടുന്ന് കാണുമ്പോൾ തന്നെ രസമല്ലേ? അടിപൊളിയായിക്കോളും, സെറ്റാണ്. അടിപൊളി ഉഷാറാക്കാൻ
അതെ 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 വെന്യൂല് ഞാൻ വർക്ക് ചെയ്തിരുന്നതാണ്. ആണല്ലേ? പുതിയൊരു അറിവാണ് എന്തായാലും. വെന്യൂല് അൽജാസിന് എൻ്റെ ചങ്ങായിയാണ്, കൂടപ്പുറപ്പാണ്. ഈ പ്രോഗ്രാമിൽ വന്ന് സഹകരിച്ച, ഈ നോമ്പുതുറയിൽ വന്ന് സഹകരിച്ച എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഏവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.